ഫിറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ് ആണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫിറിയർ ട്രാൻസ്ഫോം എന്താണെന്നുള്ളത് പറഞ്ഞു. നമ്മൾ രണ്ട് ഡിഫറെൻറ്റ് ഡൊമൈനിലുള്ള ഫങ്ഷൻസിനെ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ടൂളാണ് ഈ ഫിറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങിൽ അതുപോലെ ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണിത്. ഓക്കെ, അപ്പം ഫിറിയർ ട്രാൻസ്ഫോം ഡെറിവേറ്റീവ്സ് ആണെങ്കിൽ, ഫങ്ഷൻസിൻ്റെ അല്ല, ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സിൻ്റെ ഫിറിയർ ട്രാൻസ്ഫോം ആണെങ്കിൽ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഫിറിയർ ട്രാൻസ്ഫോം ആണ് ജി ഓഫ് ഒമേഗ എങ്കിൽ അവർ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്ത് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും, അല്ലേ? ജി ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു 1/√2π മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇ റേസ് ടു ഐ ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഫംഗ്ഷൻ ഏത് വേരിയബിളിലാണോ തന്നിരിക്കുന്നത് ആ വേരിയബിളാണ് ഇൻ്റഗ്രേഷൻ വരുന്നത്. ദെൻ നമുക്ക് നമ്മുടെ ഫിറിയർ ട്രാൻസ്ഫോം ഏത് വേരിയബിളിലേക്കാണോ വരുന്നത് ആ വേരിയബിളും കൂടെ ഈ നമ്മുടെ കേർണൽ എഴുതുന്ന സമയത്ത് ഇ റേസ് ടു ഐ ഒമേഗ എക്സ് ആണ് കേർണലിൽ വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു ഐ ഇൻറ്റു നമ്മുടെ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന ഡൊമൈൻ ഏതാണോ അതിൻ്റെ വേരിയബിൾ, അല്ലേ? എക്സ് എന്ന് പറയുന്നത്. ദെൻ ഇൻറ്റു നമ്മുടെ ട്രാൻസ്ഫോം ഏത് ഡൊമൈനിലാണോ ആ ഒമേഗ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രീക്വൻസിയും ടൈമും തമ്മിലാണെന്നുണ്ടെങ്കിൽ ഒമേഗ ടി ആണ് വരിക. അപ്പം അതിനനുസരിച്ച് ആ വേരിയബിൾ മാറും, അത് ശ്രദ്ധിക്കുക. ഓക്കെ, എനിവേ, അപ്പം ജി ഓഫ് ഒമേഗ എന്ന് പറയുന്ന ആളുടെ ആ കേർണൽ ശ്രദ്ധിച്ചാൽ മതി. കേർണലിനകത്ത് കേർണൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി എ ഫങ്ഷൻ ഓഫ് ദിസ് ടു വേരിയബിൾസ്. നമ്മൾ ഏത് ഡൊമൈനിലാണോ നിൽക്കുന്നത് ആ വേരിയബിളും വരും, അതുപോലെ ഏത് ഡൊമൈനിലേക്കാണോ നമ്മൾ കൊണ്ടുപോകുന്നത് ആ വേരിയബിളും കൂടെ വരും. ഓക്കെ, സോ ഇൻ ദ കേസ് ഓഫ് അവർ ഫിറിയർ ട്രാൻസ്ഫോം ദ കേർണൽ ഈസ് ഇ റേസ് ടു ഐ ഇൻറ്റു ആ രണ്ട് വേരിയബിൾസ് ആയിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് എക്സും ഒമേഗയും ആയതുകൊണ്ടാണ് ഇവിടെ ഒമേഗ എക്സ് എന്ന് വന്നത്. അതിന് പകരം ടിയും ഫ്രീക്വൻസി ഒമേഗ അല്ലെങ്കിൽ ന്യൂ ആണെങ്കിൽ ആ രണ്ടെണ്ണം വരും പ്രൊഡക്റ്റായിട്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫംഗ്ഷൻ്റെ വേരിയബിൾ ഏതാണോ അതിലാണ് ഇൻ്റഗ്രേഷൻ വരിക. സോ ഫൈനൽ റിസൾട്ട് നമുക്ക് ഏതിൽ വരും? ആ അതർ വേരിയബിളിലായിട്ട് വരും. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫിറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിൻ്റെ ഫിറിയർ ട്രാൻസ്ഫോം ആണിത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഉണ്ടായിരുന്നതെങ്കിൽ ഫിറിയർ ട്രാൻസ്ഫോം എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഫോർ ഡി എഫ് ഓഫ് എക്സ് ബൈ ഡി എക്സ്, ഡി എഫ് ബൈ ഡി എക്സ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫിറിയർ ട്രാൻസ്ഫോമിനെ ജി വൺ ഓഫ് ഒമേഗ എന്ന് ഡിനോട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ നമുക്ക് ഡി എഫ് ബൈ ഡി എക്സിൻ്റെ ഫിറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? നമ്മളതിനെ ജി വൺ ഒമേഗ എന്ന് ഡിനോട്ട് ചെയ്തു. ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1/√2π ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി നമ്മുടെ ഫംഗ്ഷൻ ആരാണ്? ഡി എഫ് ബൈ ഡി എക്സ്, അല്ലേ? ഡി എഫ് ബൈ ഡി എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗ എക്സ് ഡി എക്സ് എന്ന് വരും. ഓക്കെ, ഇ റേസ് ടു ഐ ഒമേഗ എക്സ് ഡി എക്സ് എന്ന് വരും. ഇവിടെ നമ്മൾ ബൈ പാർട്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ്. ബൈ പാർട്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇ റേസ് ടു ഐ ഒമേഗ എക്സിന് ഫസ്റ്റ് ഫംഗ്ഷനായും ഈ ഡെറിവേറ്റീവിനെ സെക്കൻഡ് ഫംഗ്ഷനായിട്ടും എടുക്കുകയാണ്. കാരണം നമുക്ക് സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഇൻറ്റഗ്രൽ എന്ന് വരുമ്പോൾ നമുക്ക് അത് എഫ് ഓഫ് എക്സ് ആയിട്ട് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, സോ നമ്മൾ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുന്നു. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് വെച്ച് ചെയ്തു കഴിഞ്ഞിട്ട് ഈ ഒരു ഫസ്റ്റ് ടേം ഇത് വാനിഷ് ചെയ്യുന്നു എന്ന് നമ്മൾ എടുക്കുകയാണ്. അത് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് അസ്യൂമിങ് ദാറ്റ് എഫ് ഓഫ് എക്സ് വാനിഷസ് ആസ് എക്സ് ടെൻഡിങ് ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി. നമുക്കിവിടെ ലിമിറ്റ് പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി ആണ്. ഓക്കെ, സോ ആ ഒരു ലിമിറ്റിനകത്ത് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റിയിലും അതുപോലെ എക്സ് ടെൻഡിങ് ടു മൈനസ് ഇൻഫിനിറ്റിയിലും നമ്മുടെ ഫംഗ്ഷൻ വാനിഷ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ ഒരു ടേം നമുക്ക് ക്യാൻസലായി പോകും, അല്ലേ? സോ വി വിൽ ഹാവ് ജി വൺ ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു ഈ ഒരൊറ്റ ടേം ആയിട്ട് വരും. ആ ഒരു ടേം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് മൈനസ് ഐ ഒമേഗ ഉണ്ട്. ബാക്കി വരുന്നത് എന്താണ്? 1/√2π മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇ റേസ് ടു ഐ ഒമേഗ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ആ മൈനസ് ഐ ഒമേഗ ഒഴികെയുള്ള ബാക്കിയുള്ളതെല്ലാം എന്താണ്? നമ്മുടെ ജി ഓഫ് ഒമേഗയാണ്, അല്ലേ? അതായത് എഫ് ഓഫ് എക്സിൻ്റെ ഫിറിയർ ട്രാൻസ്ഫോം ആണ് ആ ഒരു ടേമിൽ വരുന്നത്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ദ ഫിറിയർ ട്രാൻസ്ഫോം ഓഫ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു മൈനസ് ഐ ഒമേഗ ഇൻറ്റു ഫിറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്, അല്ലേ? സോ വി ഹാവ് ജി വൺ ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു മൈനസ് ഐ ഒമേഗ ജി ഓഫ് ഒമേഗ എന്ന് വരും. ഓക്കെ, അപ്പം
നമ്മളൊരു കയ്യിലൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അതിൻ്റെ ഫുറിയർ ട്രാൻസ്ഫോം ജി ഓഫ് ഒമേഗയാണെന്ന് വിചാരിക്കുക. എഫ് ഓഫ് എക്സിൻ്റെ ഫുറിയർ ട്രാൻസ്ഫോം ജി ഓഫ് ഒമേഗയാണെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഫുറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് അവിടെ എന്തായിട്ട് വരും? മൈനസ് ഐ ഒമേഗ ഇൻറ്റു ജി ഓഫ് ഒമേഗ, വേർ ജി ഓഫ് ഒമേഗ ഇസ് ദ ഫുറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവ് വരുന്ന സമയത്താണ്. അതിന് പകരം നമുക്ക് nth ഡെറിവേറ്റീവ് ആണെങ്കിൽ ഇത് നമുക്ക് ജനറലൈസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുക മൈനസ് ഐ ഒമേഗ ഹോൾ സ്ക്വയർ ഇൻറ്റു ജി ഓഫ് ഒമേഗ എന്നായിരിക്കും. ദെൻ തേർഡ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ മൈനസ് ഐ ഒമേഗ ഹോൾ ക്യൂബ് ഇൻറ്റു ജി ഓഫ് ഒമേഗ ടേമിലായിരിക്കും. ഓക്കെ, സോ ഇൻ ജനറൽ വി ക്യാൻ സേ the Fourier transform of the nth derivative of f of x gn omega will be equal to minus I omega whole power n g of omega എന്നായിരിക്കും. ഓക്കെ, അതിലൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇൻ്റഗ്രേഷൻ ലിമിറ്റ് കൊടുക്കുന്ന ആ ഒരു പാർട്ടില്ല, ആ പാർട്ട് എക്സ്റ്റെൻഡിങ് ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റിയിൽ വാനിഷ് ആവും എന്നുള്ള ആ ഒരു കണ്ടീഷനിലാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇത് ശരിക്കും ഈ ഒരു ഡെറിവേറ്റീവിൻ്റെ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. കാരണം അവിടെ നമുക്ക് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ആളെ ഒരു മൾട്ടിപ്ലിക്കേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? എഫ് ഓഫ് എക്സിൻ്റെ ഫുറിയർ ട്രാൻസ്ഫോം നമുക്കറിയാമെന്നുണ്ടെങ്കിൽ ദെൻ ഡെറിവേറ്റീവ്സിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ്, ഇതിൻ്റെയൊക്കെ ഫുറിയർ ട്രാൻസ്ഫോം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? സിംപ്ലി ബൈ മൾട്ടിപ്ലിക്കേഷൻ ബൈ എൻ ഐ ഒമേഗ അല്ലേ, പവർ ഓഫ് ഐ ഒമേഗ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് എ യൂസ്ഫുൾ ടൂൾ ഫോർ സോൾവിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഓക്കെ, അത് നമ്മൾ ഡിഗ്രിയിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും കോംപ്ലിമെൻ്ററി കോഴ്സിനകത്ത്. അപ്പം അതിനകത്ത് ഇതുപോലെ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം വെച്ച് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതൊക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ, ആ സെയിം സംഭവം തന്നെയാണ് ഇവിടെ. സോ അതിനൊരു എക്സാമ്പിളായിട്ട് നമ്മൾ വേവ് ഇക്വേഷൻ കൺസിഡർ ചെയ്യാണ്. ഈ വേവ് ഇക്വേഷനകത്ത് നമ്മുടെ എക്സ് ഡയറക്ഷനിൽ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷനാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 by v square ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ. ഓക്കെ, ആൻഡ് അവർ ഇനീഷ്യൽ കണ്ടീഷൻ ഈസ് y ഓഫ് എക്സ് കോമ 0 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പം ഈ ഒരു വേവ് ഇക്വേഷനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇക്വേഷനും തന്നിട്ടുണ്ട്, ഇനീഷ്യൽ കണ്ടീഷനും തന്നിട്ടുണ്ട്. ഇതൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് അല്ലേ? സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. എക്സിലുള്ള ഡെറിവേറ്റീവ് ഉണ്ട്, ടിയിലുള്ള ഡെറിവേറ്റീവ് ഉണ്ട് അല്ലേ? സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സോൾവ് ചെയ്യുക, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഫുറിയർ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇയാളെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ നമ്മൾ ഫുറിയർ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാണ് ഈ ഒരു ഇക്വേഷനകത്തേക്ക്. ദാറ്റ് ഈസ് വി ആർ മൾട്ടിപ്ലൈയിങ് ഈച്ച് സൈഡ് ബൈ ഇ റേസ് ടു ഐ ആൽഫ എക്സ് ആൻഡ് ഇൻറ്റഗ്രേറ്റിംഗ്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുവാണ്. സോ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഇ റേസ് ടു ഐ ആൽഫ എക്സ് ഡി എക്സ് ഈക്വൽ ടു 1 by v square integral minus infinity to infinity dou square y by dou t square e raised to I alpha x dx. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ ലെഫ്റ്റ് സൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു 1/√2π ഫാക്ടറും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, പുറത്തൊരു 1/√2π ഫാക്ടറും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇൻറ്റഗ്രേഷനകത്ത് നമ്മൾ ഈ സംഭവം നോക്കിക്കഴിഞ്ഞാൽ y ഓഫ് എക്സ് കോമ ടി എന്ന് പറയുന്ന ആളുടെ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ഫുറിയർ ട്രാൻസ്ഫോമാണ് ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് അല്ലേ? y ഓഫ് എക്സ് കോമ ടിയുടെ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ഫുറിയർ ട്രാൻസ്ഫോമാണ്. ഓക്കെ, സോ അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? മൈനസ് ഐ ആൽഫ ഹോൾ സ്ക്വയർ അല്ലേ? സെക്കൻഡ് ഡെറിവേറ്റീവ് ആയതുകൊണ്ടാണ് സ്ക്വയർ വന്നത്. മൈനസ് ഐ ആൽഫ ഹോൾ സ്ക്വയർ ഇൻറ്റു y ഓഫ് എക്സ് കോമ ടിയുടെ ഫുറിയർ ട്രാൻസ്ഫോം എന്താണോ നമുക്ക് കിട്ടുക അതായിരിക്കും അല്ലേ? സോ ആ ഫുറിയർ ട്രാൻസ്ഫോം ഓഫ് y ഓഫ് എക്സ് കോമ ടി എന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ y ഓഫ് ആൽഫ കോമ ടി ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, ക്യാപിറ്റൽ y ഓഫ് ആൽഫ കോമ ടി എന്ന് പറയുന്നത് അതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ y ഓഫ് ആൽഫ കോമ ടി എന്ന് പറയുന്നത് 1/√2π ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി y ഓഫ് എക്സ് കോമ ടി ഇ റേസ് ടു ഐ ആൽഫ എക്സ് ഡി എക്സ് ആണ്. ഓക്കെ, സോ ഈ ഫംഗ്ഷൻ്റെ y ഓഫ് എക്സ് കോമ ടിയുടെ ഫുറിയർ ട്രാൻസ്ഫോം ആയിട്ട് നമ്മൾ ക്യാപിറ്റൽ y ഓഫ് ആൽഫ കോമ ടി ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ആ വൈയുടെ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ഫുറിയർ ട്രാൻസ്ഫോം ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ദിസ് ഫോം അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ ഡെറിവേറ്റീവിൻ്റെ ട്രാൻസ്ഫോം എന്ന് പറയുന്ന
ആ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും അല്ലേ. ഇനി റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇൻറ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. സോ വി ക്യാൻ ടേക്ക് ദിസ് ഡെറിവേറ്റീവ് ഔട്ട് സൈഡ് അല്ലേ. ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. കാരണം ഇൻറ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്, ഇവിടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. സോ വി ക്യാൻ ടേക്ക് ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ ഔട്ട് സൈഡ്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്ന സംഭവം, അതായത് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി y ഓഫ് എക്സ് കോമ ടി ഇ റേസ് ടു ഐ ആൽഫ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ വരുന്നത് അല്ലേ. അത് അഗെയിൻ എന്താണ്, നമ്മുടെ ക്യാപിറ്റൽ വൈ ഓഫ് ആൽഫ കോമ ടി ആണ് അല്ലേ. വൈ ഓഫ് എക്സ് കോമ ടിയുടെ ഫ്യൂറിയർ ട്രാൻസ്ഫോം ആണ് വരുന്നത്. ഓക്കെ, സോ നമ്മുടെ റൈറ്റ് സൈഡ് നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? 1/v² ഡോ സ്ക്വയർ ക്യാപിറ്റൽ വൈ ഓഫ് ആൽഫ കോമ ടി ബൈ ഡോ ടി സ്ക്വയർ അല്ലേ. ഇവിടുന്ന് ആ ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻറ്റഗ്രലിനകത്ത് ആ ഒരു ഇൻറ്റഗ്രൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്യൂറിയർ ട്രാൻസ്ഫോം ഓഫ് വൈ ഓഫ് എക്സ് കോമ ടി ആണ്. ഓക്കെ, സോ നമുക്ക് ഇക്വേഷൻ ഈ ഒരു ഫോമിലായിട്ട് മാറി. ഓക്കെ, സോ ഈ ഇക്വേഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എക്സ് ഡിപ്പെൻഡൻസ് ഇനി വരുന്നില്ല അല്ലേ. ദർ ഇസ് നോ മോർ എക്സ് ഡിപ്പെൻഡൻസ്. ഓഫ് കോഴ്സ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, ഫ്യൂറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചു. ഫ്യൂറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രേഷൻ ഓവർ എക്സ് ആണ് വരുന്നത്. ഇൻറ്റഗ്രേഷൻ ഓവർ എക്സ് കഴിയുമ്പോൾ ആ എക്സ് അങ്ങ് പോവും. നമുക്ക് പുതിയ ഇതായിട്ട് ആൽഫയിലുള്ള ഫംഗ്ഷനായിട്ടാണ് വരുന്നത് അല്ലേ. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്ത് ചെയ്തു, ദിസ് ഇസ് നോ മോർ എ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിന് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല അല്ലേ. എന്താ വരുന്നത്, ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ ആണ്. സോ നമ്മുടെ ആ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്കിപ്പോൾ എന്തായി, ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് മാറ്റാനായിട്ട് പറ്റി. ഓക്കെ, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ ഇനി ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാന്ന് പറയുന്നത് ഈസിയാണ്. അപ്പം ഈ ഒരു സംഭവത്തിനെ നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ജനറൽ ഫോം ഇത് സംതിങ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു വൈ എന്ന് പറയുന്ന ആളെ ഒരു സൈഡിലും ടി ഒരു സൈഡിലും ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞ് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കൈൻഡ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ നമുക്കറിയാവുന്ന ഫോമാണിത്. അതിൻ്റെ സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഏത് ഫോമിലായിരിക്കും ഉണ്ടാവുക, സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു എഫ് ഓഫ് ആൽഫ അവിടെ നിൽക്കട്ടെ, അതെങ്ങനെ വന്നു എന്നുള്ളത് പറയാം. സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഇ റേസ് ടു പ്ലസ് ഓർ മൈനസ് ഐ വി ആൽഫ ടി എന്ന് പറയുന്ന ഫോമിലായിരിക്കും നമുക്ക് ഇയാളുടെ സൊല്യൂഷൻ ഉണ്ടാവുക. ഓക്കെ, നമ്മുടെ ഈ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, അത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒക്കെ സൊല്യൂഷൻ വരുന്ന സമയത്ത് നമുക്കറിയാവുന്നതാണ്. ജസ്റ്റ് ആ ഒരു ഇൻറ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ കിട്ടുന്നത് ഏത് ഫോമിലായിരിക്കും, ഈ ഒരു ഫോമിലുള്ള സൊല്യൂഷൻ ആയിരിക്കും. ഇ റേസ് ടു പ്ലസ് ഓർ മൈനസ് ഐ വി ആൽഫ ടി എന്ന് പറയുന്ന ഫോമിലായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ അല്ലെങ്കിൽ നമ്മുടെ സ്പ്രിങ് അറ്റാച്ച്ഡ് മാസ്, ഒരു സ്പ്രിങ്ങിൻ്റെ മുകളിൽ ഒരു മാസ് അറ്റാച്ച് ചെയ്ത സിസ്റ്റം വരുന്ന സമയത്ത് അവിടെ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുന്നത് എന്താ, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഫോമുല വരുന്നത് അല്ലേ. അതിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് എന്താണ് വരുന്നത്, സൈൻ ഓർ കോസ് അല്ലേ. അത് തന്നെയാണ്, ആ ഫോമുല തന്നെയാണ് നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉള്ളത്. ഓക്കെ, അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇ റേസ് ടു പ്ലസ് ഓർ മൈനസ് സൈൻ ഓർ കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇ റേസ് ടു പ്ലസ് ഓർ മൈനസ് ഐ വി ആൽഫ ടി ഫോമിലായിരിക്കും നമുക്കുണ്ടാവുക. ഓക്കെ, ഇനി അതിൽ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റിയാണ്, അവിടെ ഒരു കോൺസ്റ്റൻറ്റ് വരുന്നുണ്ട്. ആ കോൺസ്റ്റൻറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മുടെ ഈ ഇനീഷ്യൽ കണ്ടീഷനിൽ നിന്നാണ്. ഓക്കെ, നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ നമ്മൾ നമ്മുടെ ആ ഒരു ഫ്യൂറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യൽ കണ്ടീഷൻ എന്തായിരുന്നു, ടി ഈക്വൽ ടു 0യിൽ നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, വൈ ഓഫ് എക്സ് കോമ 0 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതാണ്. ഓക്കെ, അത് നമ്മൾ ഈ ഒരു ഇക്വേഷനകത്തേക്ക് കൊണ്ടുവരാണ്. കൊണ്ടുവന്ന് കഴിയുമ്പോൾ വൈ ഓഫ് ആൽഫ കോമ 0 ഇസ് ഈക്വൽ ടു 1/√2 പൈ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ആ സമയത്ത് ഇവിടെ എന്ത് വരും, വൈ ഓഫ് എക്സ് കോമ 0 എന്ന് വരും. വൈ ഓഫ് എക്സ് കോമ 0 എന്ന് പറയുന്ന ആരാണെന്ന് നമ്മൾ പറഞ്ഞത്, എഫ് ഓഫ് എക്സ് ആണ്, ബൈ അവർ ഇനീഷ്യൽ കണ്ടീഷൻ. ഓക്കെ, എഫ് ഓഫ് എക്സ് ഇ റേസ് ടു ഐ ആൽഫ എക്സ് ഡി എക്സ്. സോ ദിസ് അഗെയിൻ റെപ്രസെൻറ്റ് എ ഫ്യൂറിയർ ട്രാൻസ്ഫോം അല്ലേ. ഫ്യൂറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ആണത്. ഈ ഫ്യൂറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സിനെ നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് ആൽഫ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഈ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ വെച്ചിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന ആ ഫാക്ടറാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഇക്വേഷൻ, അതായത്
ഇവിടെയുള്ള നമ്മുടെ ഈ ഒരു ഇക്വേഷനകത്തുനിന്ന് നമ്മൾ ഫിറിയർ ട്രാൻസ്ഫോം ഡിഫൈൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു സ്മോൾ വൈയുടെ ഫിറിയർ ട്രാൻസ്ഫോമാണ് ആര്, ക്യാപിറ്റൽ വൈ എന്ന് പറയുന്നത് അല്ലേ. സ്മോൾ വൈ ഓഫ് എക്സ് കോമ ടിയുടെ ഫിറിയർ ട്രാൻസ്ഫോമാണ് ക്യാപിറ്റൽ വൈ ഓഫ് ആൽഫ കോമ ടി. അപ്പോൾ നമുക്ക് തിരിച്ച് പറയാം എന്താണ്, ക്യാപിറ്റൽ വൈ ഓഫ് ആൽഫ ടി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും, ഈ വൈ ഓഫ് എക്സ് കോമ ടിയുടെ ഫിറിയർ ട്രാൻസ്ഫോം ആണ് ക്യാപിറ്റൽ വൈ ഓഫ് ആൽഫ കോമ ടി. ഓക്കെ, സോ നമുക്ക് പറയാൻ പറ്റും ക്യാപിറ്റൽ വൈ ഓഫ് ആൽഫ ടി ഇതിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം, അതായത് ഇൻവേഴ്സ് ട്രാൻസ്ഫോം വെച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, സ്മോൾ വൈ ഓഫ് എക്സ് കോമ ടി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, സ്മോൾ വൈയുടെ ഫിറിയർ ട്രാൻസ്ഫോം ആണ് ക്യാപിറ്റൽ വൈ. സോ ക്യാപിറ്റൽ വൈയുടെ ഇൻവേഴ്സ് ഫിറിയർ ട്രാൻസ്ഫോം ആയിരിക്കും എന്ത്, സ്മോൾ വൈ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ ഈ ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും, ഇൻവേഴ്സ് ഫിറിയർ ട്രാൻസ്ഫോം. ഓക്കെ, നമ്മുടെ മറ്റേ ഇക്വേഷൻ എങ്ങനെയായിരുന്നു, ക്യാപിറ്റൽ വൈ ഓഫ് എക്സ് കോമ ടി, ക്യാപിറ്റൽ വൈ ഓഫ് ആൽഫ കോമ ടി എന്ന് പറയുന്നത് വൈ ഓഫ് എക്സ് ടിയുടെ ഫിറിയർ ട്രാൻസ്ഫോം ആണ്. ഓക്കെ, സോ അതിനെ ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് വൈ ഓഫ് എക്സ് കോമ ടി കണ്ടുപിടിക്കാൻ പറ്റും ആസ് ഇൻവേഴ്സ് ഫിറിയർ ട്രാൻസ്ഫോം ഓഫ് വൈ ഓഫ് ആൽഫ കോമ ടി. ഓക്കെ, സോ we have y of x comma t is equal to 1 by root 2 pi minus infinity to infinity capital Y of alpha t e raised to minus I alpha x dx. ഓക്കെ, ഇൻവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മുടെ കേർണൽ നെഗറ്റീവ് പവറായിട്ട് മാറും. സോ ഇത് വെച്ചിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാം, 1 by root 2 pi ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഈ y of alpha comma t എന്ന് പറയുന്നത് എന്താണ്, നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ, എഫ് ഓഫ് ആൽഫ ഇൻറ്റു ഇ റേസ് ടു പ്ലസ് ഓർ മൈനസ് ഐ വി ആൽഫ ടി ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് എക്സ്ട്രാ എന്തുണ്ട്, ഒരു മൈനസ് ഐ ആൽഫ എക്സ് ഉണ്ട്. ഓക്കെ, മൈനസ് ഐ ആൽഫ എക്സ് പ്ലസ് ഓർ മൈനസ് വി ടി വന്നു, ഡി ആൽഫ. ഇങ്ങനെ നമുക്ക് മാറ്റി എഴുതാനായിട്ട് പറ്റും. ഈ ഒരു ഇക്വേഷനകത്ത് നമ്മുടെ വൈ ഓഫ് ആൽഫ ടീനെ ഇവിടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോമിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ അഗെയിൻ നമുക്ക് എഫ് ഓഫ് ആൽഫയുടെ, ക്യാപിറ്റൽ എഫ് ഓഫ് ആൽഫയുടെ ഫിറിയർ ട്രാൻസ്ഫോം ഫോമിലാണ് ഇതുള്ളത്. ഓക്കെ, ഫിറിയർ ട്രാൻസ്ഫോം ഫോമിലാണ് ഉള്ളത്. പക്ഷേ ഇവിടെ ഒരു ഷിഫ്റ്റിംഗ് വരുന്നുണ്ട് അല്ലേ. ഇത് ഫിറിയർ ട്രാൻസ്ഫോം ആയിരുന്നുവെങ്കിൽ ഏത് ഫോമിലാണ് വരണ്ടേ, എഫ് ഓഫ് ആൽഫ ഇ റേസ് ടു മൈനസ് ഐ ആൽഫ എക്സ് ഡി ആൽഫ എന്ന് മാത്രമായിട്ട് വരണമായിരുന്നു അല്ലേ. എന്ന് പറഞ്ഞാൽ അവിടെ എഫ് ഓഫ് ആൽഫയുടെ ഇൻവേഴ്സ് ഫിറിയർ ട്രാൻസ്ഫോം ആയിട്ട് അത് വരും. അവിടെ ഒരു ഷിഫ്റ്റിംഗ് വരുന്നുണ്ട്. ആ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി വെച്ച് സോ ഇവിടെ നമുക്ക് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ക്യാപിറ്റൽ എഫ് ഓഫ് ആൽഫ ഇ റേസ് ടു മൈനസ് ഐ ആൽഫ എക്സ് ഡി ആൽഫ എന്ന് മാത്രമായിരുന്നു ഉള്ളതെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് സ്മോൾ എഫ് ഓഫ് എക്സ്. ഓക്കെ, കാരണം നമ്മൾ പറഞ്ഞു സ്മോൾ എഫ് ഓഫ് എക്സിൻ്റെ ഫിറിയർ ട്രാൻസ്ഫോം ആണ് ആര്, ക്യാപിറ്റൽ എഫ് ഓഫ് ആൽഫ. ഓക്കെ, സോ അതുകൊണ്ട് ക്യാപിറ്റൽ എഫ് ഓഫ് ആൽഫയുടെ ഇൻവേഴ്സ് ഫിറിയർ ട്രാൻസ്ഫോം ആണ് എന്ത് വരിക, സ്മോൾ എഫ് ഓഫ് എക്സ് വരിക. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മുടെ കേർണലിനകത്ത് ഒരു ഷിഫ്റ്റിംഗ് വരുന്നുണ്ട് അല്ലേ, പ്ലസ് ഓർ മൈനസ് വി ടി വരുന്നുണ്ട്. ആ കേർണലിനകത്ത് വരുന്ന ഷിഫ്റ്റിംഗ് നമ്മുടെ ട്രാൻസ്ഫോമിനകത്തും വരും. ഓക്കെ, സോ എഫ് ഓഫ് ആൽഫയുടെ ഇൻവേഴ്സ് ഫിറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് എക്സ് ആണ്. സോ എഫ് ഓഫ് ആൽഫ ഇൻറ്റു ഈ ഒരു ഷിഫ്റ്റിംഗ് വന്ന് അതിൻ്റെ ഫിറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും, എഫ് ഓഫ് എക്സ് മൈനസ് ഓർ പ്ലസ് വി ടി ആയിരിക്കും. ഇതിൻ്റെ ആർഗ്യുമെൻറ്റിനകത്തും എന്ത് വരും, ആ ഒരു ഷിഫ്റ്റിംഗ് വരും. ഓക്കെ, so we have our solution for the wave as y of x comma t. wave equationൻ്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടി. y of x comma t is equal to f of x minus or plus vt എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, സോ ഇതിനകത്ത് മൈനസ് ആണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് മൈനസ് വി ടി ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ വേവ് ട്രാവലിംഗ് ഇൻ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആൻഡ് പ്ലസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ വേവ് ട്രാവലിംഗ് ഇൻ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഉണ്ടായ ഒരു യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറിയർ ട്രാൻസ്ഫോം വെച്ചിട്ട് നമുക്കൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന് ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് മാറ്റാനായിട്ട് പറ്റി, വിച്ച് ഹെൽപ്പ് us ടു സോൾവ് ദാറ്റ് ഇക്വേഷൻ ഈസിലി അല്ലേ. അതുപോലെ ലാപ്ലേസ് ട്രാൻസ്ഫോമിലും നമുക്ക് വരുന്നുണ്ട്. ഓക്കെ.